ഒരേ വണ്ടിയുള്ള രണ്ടുപേര് തമ്മിൽ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നായിരിക്കും നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് എത്ര കിട്ടുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരേ വണ്ടിയായിട്ടും വേറെ കംപ്ലൈൻസ് ഒന്നും ഇല്ലാതിരിഞ്ഞിട്ടും നമുക്ക് പലപ്പോഴും കിട്ടുന്ന മൈലേജ് ഡിഫറെന്റ് ആയിരിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ മെയിൻ്റനൻസ് ആണ്. പ്രിവെന്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എഞ്ചിൻ ഓയിലും അതിന്റെ ഫിൽറ്ററും കറക്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ തന്നെ എയർ ഫിൽറ്റർ ഒക്കെ നമുക്ക് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മാറ്റി കൊടുക്കേണ്ട ടൈം ആകുമ്പോൾ കറക്റ്റ് ഇന്റർവെല്ലിൽ അത് ചേഞ്ച് ചെയ്തും കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് കൂടാതെ തന്നെയാണ് കമ്പനി റെക്കമെൻഡഡ് അല്ലാത്ത കട്ടി കൂടിയ ഓയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മൈലേജ് ഡ്രോപ്പ് കാണാറുണ്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഓവർടേക്ക് ചെയ്യാനല്ലാത്ത സിറ്റുവേഷൻസിൽ ഒരു 1500 2800 ഒക്കെ ഇടയിൽ എഞ്ചിൻ RPM മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുക. അതായത് ഒത്തിരി ഇരപ്പിക്കാതെ നിരക്കിയൊന്നും ഓടിക്കാതെ പ്രോപ്പർ ടൈമിൽ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് റാഷ് ഡ്രൈവിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് സഡൻ ആക്സിലറേഷനും സഡൻ ബ്രേക്കിങ്ങും ഒഴിവാക്കുക. ഇപ്പൊ ചിലരൊക്കെ കാണാം ചെറിയൊരു ഗ്യാപ്പ് വരുമ്പോഴേക്കും അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേഷൻ കൂട്ടിക്കൊടുക്കും. ഗ്യാപ്പ് ഫില്ലായി കഴിയുമ്പോൾ വീണ്ടും അത് കുറയ്ക്കും. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഫ്യൂവലാണ് അതുവഴി ലോസ് ആവുന്നത്. പിന്നെ ഒരു പോയിന്റ് ആണ് നമ്മൾ AC ഓൺ ആക്കിയിട്ട് വണ്ടി ഇതുപോലെ സൈഡ് ഒതുക്കി വെറുതെ ഇരിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഫ്യൂവൽ കൺസംഷൻ കൂടുതലാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ വേറെയും പല കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ എഞ്ചിനും സസ്പെൻഷനും ഒക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി.